സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മളിൽ തന്നെ ഉണ്ട്. അത് ബോധപൂർവം അതൊന്ന് പ്രവർത്തനക്ഷമമാക്കിയാൽ മതി. എന്തെങ്കിലും പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസത്തെ കുറേ സാക്ഷ്യങ്ങൾ, നമ്മൾ ഉടമ്പടിയിൽ കുറേ നേർച്ച വസ്തുക്കളുണ്ടല്ലേ? അതെല്ലാം ഇങ്ങനെ ആ നേർച്ച വസ്തുക്കളെല്ലാം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ നേർച്ച വസ്തുക്കൾ ഇവരെന്നാ ചെയ്തതെന്ന് നോക്കണം. ഓരോ നേർച്ച വസ്തുക്കളും ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഒരു തെങ്ങും പറമ്പ്, അവിടെ ഒരു വീട് വെച്ച് താമസിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നാട്ടിൽ ഇടിവെട്ടുമെങ്കിൽ അവിടെ ഇടിവെട്ടു, നാട്ടിലെവിടെയെങ്കിലും ഇടിവെട്ടുമെങ്കിൽ ആ പറമ്പിൽ ഇടിവെട്ടു. ഇപ്പോൾ മരം കത്തിപ്പോയി, തെങ്ങിൻ്റെ അണ്ടം പോയി. അപ്പോൾ അവർക്ക് പേടിയായി അവിടെ ജീവിക്കാൻ. പേടി. അത് ചിലയിടത്ത് കാന്തികമായിട്ടുള്ള ചില എന്തോ ഒരു ആകർഷണമുണ്ടെന്ന് തോന്നണം. അതുകൊണ്ട് ഇടി വെട്ടണ പാട്ടിൽ പിന്നെയും വെട്ടിക്കൊണ്ടിരിക്കും. ഇവരത് ഒരു പ്രത്യേക പറമ്പായത്. അപ്പോൾ ഇവർക്കിനി ഇടി സമയത്ത് രാത്രി വീടിന് കൊള്ളുമെന്നുള്ളത് പേടിയായി. അപ്പോൾ ഈ മഴ വരുവാൻ പോകുമ്പോൾ കാർമേഘം ഉരുണ്ട് കൂടുമ്പോഴൊക്കെ ഇവരുടെ മനസ്സിങ്ങനെ പിടക്കും. അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നതാണ്, യൂട്യൂബിലുണ്ട്. അവർ ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ഉപ്പ് എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ പറമ്പിൻ്റെ 4 അതിരുകളിൽ തളിക്കും. എന്നിട്ട് എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇടിമിന്നലിനെ ബന്ധിക്കുന്നു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇടിമിന്നലിനെ ബന്ധിക്കുന്ന. ഹല്ലേലൂയ. ഉടമ്പടി തൈലം വരണത്, അതുപോലെ തന്നെയാണ് ഉടമ്പടി കാശുരൂപവും. ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകുമ്പോൾ ആശീർവാദത്തിൻ്റെ ഒരു ഫോർമുലയുണ്ട്. അതുവഴിയാണ് പ്രഖ്യാപിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ശക്തിയുടെ ഉപകരണമായതിനെ മാറ്റണത്. ശരിക്കും ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ? ഒരു മോള് പരീക്ഷ എഴുതാൻ പറ്റാതെ ഇങ്ങനെ ഒടിഞ്ഞ് പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്ന് ഭക്ഷണം 8 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. 8 ദിവസമായിട്ട് ഭക്ഷണം, ആ യൂട്യൂബിൽ ആ സാക്ഷ്യം നോക്കണം. 8 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആളിങ്ങനെ തളർന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പൾസ് പോകും, എഴുന്നേക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. അപ്പം അമ്മ എന്താ ചെയ്തത്? ഉടമ്പടി തൈലമെടുത്ത് വയറ്റിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേക്കാം. ഇവിടെ കുരിശെ കൊണ്ടുവന്ന് ആളെ വെച്ച് പ്രാർത്ഥിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് അന്ന് ബീഫ് കറി കൂട്ടി ഭക്ഷണം കഴിച്ചെന്നാണ് അമ്മച്ച ആ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതായത് ഒരു ഭക്ഷണം ഇറങ്ങാത്ത ആൾ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ചേഞ്ച് ആകണത്. കൃപാസനത്തിൽ കൊണ്ടുപോരാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും അപ്പൻ ചോദിച്ചത് എന്താണെന്ന്, നീ അവളെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഇരിക്കണ അവസ്ഥയിൽ ഇതെവിടെ കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാണെന്ന്. അത്രയും മനസ്സ് അപ്പൻ്റെത് ഇടിഞ്ഞു പോയി. അപ്പൻ്റെ മനസ്സത്രേ ഇടിഞ്ഞു പോയി. അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സ് ഇടിവായിരിക്കും എന്തെങ്കിലും കാണുമ്പോഴേ. അപ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന, അപ്പോൾ ഈ അമ്മ പറയും ഇല്ല അമ്മയുടെ അടുത്തല്ലേ പോണത്. മറുപടി എന്താ? അപ്പോൾ അപ്പനെന്ത് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പൻ ചോദിക്കണത് എന്താ? നീ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് ചോദിക്കും. ഇപ്പം തന്നെ ഒടിഞ്ഞു മടങ്ങിയിരിക്കണ കൊച്ച്, ഭക്ഷണം കഴിക്കണ, വെള്ളം കുടിക്കണില്ല. അപ്പോഴാ അമ്മയുടെ ഉത്തരം എന്താ? ഇല്ല, ഞാൻ അമ്മയുടെ അടുത്താണ് പോണതെന്ന് പറയും. കൃപാസനത്തിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ധ്യാനകേന്ദ്രത്തിലേക്കല്ല വരുന്നത്, അതൊരു സ്ഥാപനത്തിലേക്കല്ല വരുന്നത്. നമ്മൾ വരണത് നമ്മളെ ഈശോ ഏൽപ്പിച്ച അമ്മയുടെ അടുത്തേക്കാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
സ്തുതിയുടെ ഹല്ലേലൂയ. കാരുണ്യത്തിന്. അപ്പോൾ അവിടെ വിശ്വാസം പ്രഖ്യാപിച്ചത് ആരാണ്? കുഞ്ഞിൻ്റെ അപ്പനാ, കുഞ്ഞിൻ്റെ അമ്മയെ? അമ്മ. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൊച്ച് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. കൊച്ചിൻ്റെ അത് അമ്മയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയത് ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയത്ത് കുഞ്ഞ് സുഖപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇവിടുന്ന് പോയതിന് ശേഷമാണ് കുഞ്ഞ് സുഖപ്പെട്ടതും രാത്രി ഭക്ഷണം 8 ദിവസത്തിന് ശേഷം രാത്രി ഭക്ഷണം കഴിച്ചതും പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പോയതും. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അമ്മ എങ്ങനെയാണ് പിന്നെ അത് വിശ്വസിച്ചത്? കാണാതെ വിശ്വസിച്ചു. അല്ലേ? അമ്മ എങ്ങനെയാണ് വിശ്വസിച്ചത്? അപ്പനോട് പറഞ്ഞത് എന്താണ്? ഇല്ല, ഞാൻ അമ്മയുടെ അടുത്തേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകണതെന്ന് പറഞ്ഞു. അപ്പോൾ സൗഖ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോഴും കുഞ്ഞിങ്ങനെ അവസരപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ കുഞ്ഞിന് വരാൻ പോകുന്ന സൗഖ്യത്തെ അമ്മ കാണാതെ വിശ്വസിച്ചു. ഇതുപോലെ നിങ്ങളും കിട്ടാൻ പോകുന്ന ജോലി, കിട്ടാൻ പോകുന്ന സൗഖ്യം, മാറാൻ പോകുന്ന കടങ്ങളെ കാണാതെ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് കിട്ടാൻ പോകുന്ന ജോലി, നടക്കാൻ പോകുന്ന സൗഖ്യം, ലഭിക്കാൻ പോകുന്ന സമാധാനം, മാറാൻ പോകുന്ന കടങ്ങളെ യേശുനാമത്തിൽ ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. നീ കാണാതെ വിശ്വസിക്കുന്നു. നീ കാണാതെ വിശ്വസിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഈശോ ആരോടാ പറഞ്ഞത്? വിശുദ്ധ തോമാശ്ലീഹായോട്. അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 21:27. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 21:27. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അങ്ങ് ഇടപെട്ടുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് സൗഖ്യവും സമാശ്വാസവും നൽകാൻ പോകുന്നത് ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് തോമാശ്ലീഹ പറഞ്ഞ മറുപടി എന്താണ്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ്റെ സുവിശേഷം 11:28. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വാക്കാണത്. എന്താ വാക്കിൻ്റെ പ്രത്യേകത? എത്രയോ വർഷം കഴിഞ്ഞാൽ എൻ്റെ പൗലോസ് പറഞ്ഞത് രക്ഷ പ്രാപിക്കുന്ന ഫോർമുല തോമാശ്ലീഹയ്ക്ക് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് തോമാശ്ലീഹ ഇത് പറയണത്. ഏതാണ്ട് AD 29 പറയണത്. പൗലോസ് അപ്പോസ്തലൻ ഇത് റോമാലേഖനം എഴുതുന്നത് 55. ദാറ്റ് മീൻസ് 30-25 വർഷം കഴിഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയാണ്. എന്ന് പറഞ്ഞേ, യേശു കർത്താവാണെന്ന് ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. ഇപ്പം തോമാശ്ലീഹയാണ് ആദ്യം രക്ഷ പ്രാപിച്ച ആൾ. അങ്ങനെയാണെങ്കിൽ അല്ലേ? ശരിയല്ലേ? എന്താ കാര്യം? യേശു കർത്താവാണെന്ന് എൻ്റെ കർത്താവെന്ന് വിളിക്കുമ്പോഴേ അതെന്താണ്? അക്ഷരം കൊണ്ടാണ് ഏറ്റു പറയണത്. അല്ലേ? ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചെന്ന് പറയുമ്പോഴാണ് കർത്താവ് ദൈവമാകണത്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത് എന്താണ്? ഹൃദയം കൊണ്ടാണ് വിളിക്കണത്. അല്ലേ? അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 21:28 എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. റോമ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കണമെങ്കിൽ. രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? യേശു ക്രിസ്തുവാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടിരിക്കുന്നു. അല്ലേ? അതായത് പറഞ്ഞത് ശമയോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതാണ്. ലൂക്കാ 2:30. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ
കണ്ണുകൊണ്ട് സമയം കണ്ടത്, കൈകൊണ്ട് ആദ്യം തൊട്ടത് തോമാശ്ലീഹയാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ യേശുസ്തോത്രം ഹല്ലേലൂയ 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 യേശുസ്തോത്രം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി അതിനും അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുകയും വിശ്വാസത്തിൻ്റെ കൈകൊണ്ട് തൊടുകയും ചെയ്തുകൊണ്ട് രക്ഷ ആദ്യം പ്രാപിച്ചതാരാണ്? പരിശുദ്ധ അമ്മയാ. എന്തിനാ ഈ അമ്മയൊക്കെ എങ്ങനെ പറയാമെന്നറിയാവോ? അവരൊക്കെ ഈ ലോകത്ത് സംഭാവന ചെയ്ത വിശ്വാസത്തിൻ്റെ വഴികളുണ്ട്. അതാണ് നമ്മൾ പഠിക്കണത്. ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചല്ലേ? നീ കാണുന്നില്ലല്ലോ, നീ കേൾക്കുന്നില്ലല്ലോ, നീ കൈകൊണ്ട് തൊടുന്നില്ലല്ലോ. ആ സമയത്ത് അമ്മ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല, കൈകൊണ്ട് തൊടുന്നില്ല, സ്പർശിക്കുന്നില്ല, ടാഞ്ചിബിളല്ല, എനിക്ക് അനുഭവവേദ്യമല്ലല്ലോ എന്ന് പറയും. പദാർത്ഥമാത്രമായിട്ട് വിശ്വാസത്തിൻ്റെ ഈ ഫലങ്ങൾ എൻ്റെ കൺമുമ്പിൽ തൊടാനോ കൈകൊണ്ട് തൊടാനോ കണ്ണുകൊണ്ട് കാണാനോ പറ്റണില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്താ പറയണത്? നിനക്ക് കണ്ണുകൊണ്ട് തൊടാം, കണ്ണുകൊണ്ട് കാണാം, കൈകൊണ്ട് തൊടാം. അങ്ങനെ കണ്ണുകൊണ്ട് കാണാവുന്ന കൈകൊണ്ട് തൊടാവുന്ന ഒരു എക്സാമ്പിള് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിൻ്റെ ഇളയമ്മ ഇപ്പോഴ് ഗർഭവതിയാണ്, നിനക്ക് പോയി കാണാം, വേണമെങ്കിൽ ഇളയമ്മ തൊടാമെന്ന് പറയും. നിനക്ക് കണ്ണുകൊണ്ട് വേണേൽ കാണാം. അത് അമ്മയോട് മാലാഖ പറയാണ്, ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ, കൈകൊണ്ട് തൊടുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും, ഞാനെങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ പറയും, നിനക്ക് വേണേൽ കണ്ണുകൊണ്ട് കാണാം, നിനക്ക് കൈകൊണ്ട് തൊടാം. വന്ധി എന്നറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണെന്ന് പറയും. അപ്പോഴമ്മ പറയും, എനിക്ക് കണ്ണുകൊണ്ട് കാണണ്ട, കൈകൊണ്ട് തൊടണ്ട, കാണാതെ ഞാൻ വിശ്വസിക്കും. അപ്പാ, ഞാൻ തൊടാതെ വിശ്വസിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോൻ്റെ അമ്മേ, ദൈവമാതാവേ, കാണാതിരുന്നിട്ടും തൊടാൻ പറ്റാതിരുന്നിട്ടും കാണുകയും വേണ്ട, തൊടുകയും വേണ്ട, ഞാൻ നിന്റെ വചനത്തെ, നിന്റെ വാഗ്ദാനത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ അമ്മേ, അമ്മയുടെ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കാര്യം അമ്മ വിശ്വസിച്ചാണ് ഇതെല്ലാം നേടിയത്. അമ്മയുടെ പാരമ്പര്യമാണ് തോമാശ്ലീഹയ്ക്കുള്ളത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് അധരം കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞു. ഹൃദയത്തിൽ ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. രണ്ടുപേരും രക്ഷയാണ് പ്രാപിച്ചത്. അമ്മ ഉദരത്തിലും ഹൃദയത്തിലും യേശുവിനെ പ്രാപിച്ചു. തോമാശ്ലീഹ ആത്മാവിലെ യേശുവിനെ പ്രാപിച്ചു. യേശുവിനെ പ്രാപിക്കുന്ന രീതികളാണ്. നമ്മളും അടയാളങ്ങളിലൂടെ ഇപ്പോഴും ജീവിതത്തിൽ ദൈവത്തെ പ്രാപിക്കാൻ പോവുകയാണ്. ഉദര രോഗികളെല്ലാവരും അവരുടെ കൈകളിൽ ഉദരത്തിൽ കൈകൾ വെക്കുക. ഈ ശുശ്രൂഷ എന്തെല്ലാം ഇവിടെയെല്ലാം പ്രക്ഷേപണം ചെയ്യുന്നുവോ അവിടെയെല്ലാം കേൾക്കുന്നവർ ആ സമയത്ത് ഉദരത്തിൽ കൈവെക്കേണ്ടതാണ്. ഉദര രോഗികൾ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ അവിടെ കൈവെക്കട്ടെ. കുടലിൽ കുരുക്കളുള്ളവർ, അൾസർ രോഗികൾ അവിടെ കൈവെക്കട്ടെ. പിസ്റ്റുല രോഗികൾ അവിടെ കൈവെക്കട്ടെ. PCOD രോഗികൾ അവിടെ കൈവെക്കട്ടെ. ശ്വാസകോശ രോഗികൾ, ശ്വാസകോശങ്ങളിലെ പതിരയിൽ കൈവെക്കട്ടെ, നെഞ്ചത്ത് കൈവെക്കട്ടെ. തൈറോയിഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ തൊണ്ടയിലെ കൈകൾ വെക്കട്ടെ. യേശുനാമത്തിൽ പറയുക, യേശുനാമത്തിൽ എൻ്റെ കൈകളെ രോഗാവസ്ഥകളിലേക്ക് ഞാൻ വയ്ക്കും.
വയ്ക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, സകല മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഇപ്പോഴെനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, തീരാവേദികള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈവെക്കുമ്പോൾ ഓർക്കണം, യേശുനാമത്തിൽ ഞാൻ ഈ കൈവെക്കണമെന്ന് ഓർക്കണം. പറഞ്ഞേ, ഞാൻ മനസ്സുദ്ദേശിക്കുന്ന രോഗികളുടെ സൗഖ്യത്തിനായി യേശുനാമത്തിൽ ഈ കൈകളെ വെക്കുന്നു. ഇപ്പോൾ തലവേദന ഉള്ളവർക്കും അവിടെ കൈവെക്കാം. തലയിൽ രക്തോട്ടമില്ലാത്തവർക്കും ഉറക്കക്കുറവുള്ളവർക്കും അവിടെ കൈവെക്കാം. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കും അവിടെ കൈവെക്കാം. ചെവിക്ക് കേൾവിക്കുറവുള്ളവർക്ക് കൈവെക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തുതിക്കട്ടെ, ഭാഷാപരത്തോടെ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ മക്കള് രോഗസ്ഥലങ്ങളില് നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാന ആശംസിക്കണമെന്ന് അരുളിച്ചത് കർത്താവേ. അങ്ങയുടെ മക്കളുടെ കുടുംബത്തിന് രോഗങ്ങൾ കാരണം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവേ, അവിടെ ഉള്ളവർ കർത്താവെ സമാധാനം പ്രാപിക്കാൻ നിന്റെ നാമത്തില് മാറിയ രോഗങ്ങള്, തീരവേദികള് മാറിപ്പോയേ സമാധാനം പ്രാപിക്കട്ടെ. രോഗികള് സന്ധിബന്ധങ്ങൾ കൈവെക്കുക. മാംസപേശികളില് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആമാശയം ഈശോ സന്ദേശത്തിൽ കാണിച്ചു തരുന്നുണ്ട്. പെരുവയറുണ്ടാകുക, ആമാശയം ചുമ്മാ ഇങ്ങനെ വികസിച്ച് വരുന്ന ചില രോഗങ്ങളുണ്ട്. പെരുവയറ് നമ്മുടെ കൺട്രോളിലല്ലാതെ കുടലും ആമാശയുമൊക്കെ അതിൻ്റെ സ്വാഭാവികമായ കഴിവുകളും ചുരുങ്ങലും വികാസവും ഒക്കെ നശിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വീർത്ത് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് ആ രോഗത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ആമാശയം വികസിച്ച് വരുന്ന കാരണമാണ്, ഇത് കാണുന്ന കാരണമാണ് ഇപ്പോഴിങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം. കർത്താവായ ദൈവമേ, ഉദരരോഗികളെ സ്പർശിക്കണമേ, ഉദരരോഗികളെ സ്പർശിക്കണമേ, കരൾ രോഗികളെ സ്പർശിക്കണമേ, കരൾ രോഗികളെ സ്പർശിക്കണമേ, പാങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ, ഷുഗർ രോഗികളെ സ്പർശിക്കണമേ, പ്രഷർ രോഗികളെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുന്നതിനെ നന്ദി പറയുന്നു. കുറിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ സൗഖ്യത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, കരങ്ങളടിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ധാരമായവൻ നൽകിയിടുന്നു. എല്ലാവരും ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ധാരമായവൻ നൽകിയിടുന്നു. ശരീരം മുഴുവൻ ഇങ്ങനെ തിണർത്ത് കുരു വന്ന് പൊട്ടി ജലമായി ഒഴുകുന്ന ഒരു രോഗം, കുറേ നാളുകളായി ഇങ്ങനെ നിൽക്കുന്ന രോഗമാണ്. കർത്താവ് ഈ രോഗത്തിനെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണമായി കുരുവായി ഇരിക്കുന്ന രോഗങ്ങളൊക്കെ, അഴുകുന്ന രോഗങ്ങൾ, ഒലിക്കുന്ന രോഗങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശരീരം അഴുകുന്ന രോഗങ്ങൾ, തൊലി അഴുകുന്ന രോഗങ്ങൾ, ചൊറിയുന്ന രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, പഴുപ്പൊരുക്കുന്ന രോഗങ്ങൾ, വെള്ളം കിനിയുന്ന രോഗങ്ങൾ, യേശുവിന്റെ നാമത്തില് ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, യേശുവിന്റെ തിരുരക്തത്താൽ ഈ നിമിഷം അലർജി രോഗങ്ങള് കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സൗഖ്യം നൽകുന്ന നന്ദി പറയുന്ന കർത്താവേ, സാക്ഷ്യം പറയുമാറ് ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, അടയാളങ്ങൾ കൊണ്ട് സ്വീകരിക്കണമേ. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ
സ്പർശിക്കട്ടെ. കർത്താവേ, ശ്വാസകോശ രോഗികളെ അങ്ങ് സ്പർശി സൗഖ്യപ്പെടുത്തണമോ നന്ദി പറയുന്നു. ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്ന സമയമാണ്. വിവാഹ തടസ്സമുള്ളവരെ, മക്കൾ അന്യബന്ധത്തിൽ, നമ്മുടെ വിശ്വാസത്തിനും കുടുംബത്തിൻ്റെ ചൈതന്യത്തിനും നിരക്കാത്ത പ്രാക്കപ്പെട്ട ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിപ്പോയവർ, അമ്മമാരുടെ വല്ലാത്ത വേദനകൾ നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പൈസ കൈവിട്ട് പോയി, കുറേ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഏജൻസിക്ക് കൊടുത്തു, ആ ജോലിക്ക് കയറാനും പറ്റിയില്ല, മറ്റു ജോലി എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല, ആകപ്പാടെ ഒരു ഇരുണ്ട അവസ്ഥ. വരുമാനം എന്ത് ചെയ്യും, വരുമാനം ഇല്ലാത്ത അവസ്ഥ. ഇനി കടം വാങ്ങിച്ചാലേ മുന്നോട്ട് പോകത്തുള്ളൂ, കടം മേടിച്ച് കൊടുത്താലും ഇനി വേറെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ സംശയിച്ചിട്ട് ഒരെത്തും പിടിയില്ലാതെ ആകപ്പാടെ ഇങ്ങനെ മനസ്സിടിഞ്ഞു പോയ അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ. Lord Jesus, pour out your spirit. Amen. Touch with your fire finger. Amen. Soak with the precious blood. Amen. I command you in the name of Jesus Christ to be healed. Thank you, Jesus. Praise you, Jesus. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. രേഖകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയിട്ടുണ്ട്, നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല, അതതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുടുങ്ങിയിരിക്കുക. ചില സർട്ടിഫിക്കറ്റ് കൈമോശം വന്നിട്ടുണ്ട്, ചിലത് കാണാനില്ല, ചില പാസ്പോർട്ടുകൾ കാണാനില്ല, ചില വിസ കിട്ടണില്ല, PR, അതുപോലെ തന്നെ എംബസിയിലുണ്ടാകുന്ന ഇൻ്റർവ്യൂ, ചിലപ്പോൾ അത് റിജക്റ്റായി പോണത്, ലാസ്റ്റ് ചാൻസിൽ നിൽക്കുന്നത്. ഇന്നും വരും നാളെ വരുമെന്ന് പറഞ്ഞ് ടിക്കറ്റോ വിസയോ പ്രതീക്ഷിച്ചിട്ട് വരാതെ ഇരുന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കുറ്റം പിടിയുമില്ലാത്ത അവസ്ഥകളെല്ലാം സമർപ്പിക്കേണ്ട. സ്തുതികൾ. ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ. 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 So, Lord Jesus, pour out His Spirit. Amen. Touch with your fire finger. Amen. Soak with the precious blood. Amen. Lord, infuse His Spirit. Hallelujah. സമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ, ഭർത്താവിന് സ്നേഹമില്ല, ഭാര്യയ്ക്ക് സ്നേഹമില്ല, മടുത്ത ജീവിതം, ജീവിക്കാൻ വേണ്ട എന്നൊക്കെ തോന്നിയിട്ട് എന്നാത്തിനാ ജീവിക്കണത്, എന്നിട്ട് ജീവിതം കൊണ്ട് ഒരു സന്തോഷം തോന്നണില്ല, ആരെക്കൊണ്ട് ഒരു സ്നേഹവും ഇല്ല, അകപ്പാടെ ഇങ്ങനെ ഒരു മെസ്സായി കിടക്കണ അവസ്ഥ. ജീവിതം തന്നെ നമുക്ക് ബാധ്യതയെ മാറിയിട്ട് ആരുടെയും ഒരു ആശ്വാസവും നമുക്ക് ഏക്കണില്ലാത്തൊരവസ്ഥ. പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്. കർത്താവായ ദൈവമേ, വിശുദ്ധ രക്തത്താൽ മരവിച്ചുപോയ എല്ലാ മനസ്സുകളെയും കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ.
മരവിച്ചുപോയ എല്ലാ മനസ്സുകളെയും കർത്താവെ സ്പർശിക്കണമേ. ഒരു പിടിയുമില്ലാത്ത ഒരു നിമിഷം പോലും ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത എന്ത് ചെയ്യണമെന്നറിയാത്ത എല്ലാ ജീവിതങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ പദ്ധതികളെയും യേശു നാമത്തിലെ സ്പർശിക്കപ്പെടട്ടെ. യേശു നാമത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ. ഹല്ലേലൂയ. വിടുതലിൻ്റെ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. ചേർന്ന് പാടാം. വിടുതലിൻ്റെ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സാമ്പത്തിക ബാധ്യതകൾ എന്നും കൃപാസനത്തിൻ്റെ ഒരു ഉത്കണ്ഠയാണ്. കാര്യം ഇവിടെ വരുന്ന ഒത്തിരി ആൾക്കാരെ ബാധ്യതയ്ക്ക് ഒരു മാർഗമില്ലാത്തവരാണ്. 40-40 ലക്ഷം ഉണ്ട് കടം. പക്ഷേ എന്താണൊരു മാർഗം ചോദിച്ചാൽ അവർ കണ്ണു നിറഞ്ഞ് നിൽക്കണ കാണാം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് പറയും കർത്താവ് തന്നെ മാർഗമെന്ന് പറയും. എന്താ, കർത്താവ് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അവർ സാക്ഷ്യം പറയാൻ തുടങ്ങുമ്പോഴാണ് എന്നിട്ട് ഞാൻ പറയും നിങ്ങളെന്നെ വന്ന് കാണണം കേട്ടോ എന്ന് പറയും. എന്തിനാണ്? കാശിൻ്റെ കാര്യം പറയാനല്ല, നിങ്ങളെ എങ്ങനെയാണ് കർത്താവ് ഡെലിവർ ചെയ്തതെന്ന് അറിയാനും കർത്താവിൽ സന്തോഷിക്കാൻ വേണ്ടിയാണത് പറയണത്. അപ്പം എൻ്റെ മനസ്സ് പറയും അത് ശരിയാവും, കർത്താവ് എങ്ങനെയെങ്കിലും അത് ശരിയാക്കും. ഒരു മാർഗമില്ലെങ്കിലും കർത്താവ് തന്നെയാണ് മാർഗം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ കടുത്ത സാമ്പത്തിക ബാധ്യതകളാല് മനസ്സ് തകർന്നു പോയവരെ അമ്മേ പരിശുദ്ധമ്മേ ഇപ്പോൾ സ്പർശിക്കണമേ. ഖാനായിൽ കല്യാണവേദിയിലെ അപമാനകരമായ അവസ്ഥ വന്നപ്പോൾ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അപമാനകരമായ അവസ്ഥയിലെ അമ്മ ഉടമ്പടി പ്രകാരം ഇടപെടണമേ. യേശുവിനെ ഇടപെടുത്തണമേ. സ്തുതി. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവയുടെ മുന്നിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാവശ്യങ്ങളുടെ മേലും ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചതിന് മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ. മൗനമായിട്ട് ഒരു അര മിനിറ്റ് തരും. മൗനമായി അച്ഛൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർപ്പിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ കാര്യം ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കാര്യം വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ വഴി ഈശോ ഈ അച്ഛൻ വിട്ടുപോയി ഈ കാര്യം പരിശുദ്ധ അമ്മ വഴി ഈശോനെ ദിവ്യകാരുണ്യ ഈശോനെ ഏൽപ്പിക്കണമെന്ന് പറയുക. അതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്നും പറയുക. ഡേറ്റുകൾ ഓർക്കേണ്ടതാണ് ഈ സമയത്ത്. മനസ്സമ്മത ഡേറ്റ്, വിവാഹ ഡേറ്റ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് പ്രാർത്ഥിക്കാം. ആ ഡേറ്റിലേക്ക് കർത്താവിൻ്റെ കൃപ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇൻ്റർവ്യൂ ഡേറ്റ്, യാത്രയുടെ ഡേറ്റുകൾ, ജോലി സംബന്ധമാകാം, അല്ലാതെ ജോലി അന്വേഷിച്ചുള്ളതാകാം, ആ യാത്രാ ഡേറ്റുകൾ, പരീക്ഷാ ഡേറ്റുകൾ, തീയതി ഒരു കൃപാസനത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ് തീയതി. സമയഘടികാരവുമായി നെഞ്ചിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അപ്പം സമയം അമ്മയുടെ അധികാരത്തിലുള്ളതാണ്. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം നീ ഓർത്തിട്ട് അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ചിലപ്പോൾ നിൻ്റെ വസ്തു ലേലത്തിലായിരിക്കുന്ന സമയമായിരിക്കും, ദിവസം ഡേറ്റ് ആകാം. ബാങ്കുകാർ വന്ന് പറയും ഇത്രാം തീയതി ലേലമാണെന്ന് പറയും, ഇത്രാം തീയതി ജപ്തിയാണെന്ന് പറയും. ആ തീയതി അമ്മയ്ക്ക് ഏൽപ്പിക്കുക.
കൈ കൂപ്പി പ്രാർത്ഥിക്കും മക്കളെ. അമ്മ ഇത് ഇടപെടൂ. ഇത് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെന്ന് ഓർക്കണം. നേർച്ച വസ്തു എടുക്കുക. എല്ലാം നേർച്ച വസ്തു എടുക്കണ. കൃപാസനത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നേർച്ച വസ്തുക്കളുടെ പ്രാർത്ഥന. ഉപ്പ്, തേന്, തിരി, കാശ്രീവം. ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം എന്താ? പത്രമാണ്. അതിൻ്റെ അപ്പുറത്തൊരു പ്രേക്ഷിത പ്രവർത്തനം നമുക്കില്ല. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോണതും പത്രപ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. കാര്യം എന്താണ്? ഈശോനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച് വിതരണം ചെയ്യുന്ന പത്രത്തിൻ്റെ എണ്ണം ഞങ്ങൾ കുറച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണത്. പക്ഷേ എൻ്റെ മക്കളൊരു പരിണി ചെയ്യണം. പത്രം നാളെയാണ് പ്രേക്ഷിത പ്രവർത്തനമെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് പത്രം വെച്ച് കൊന്തേലണം. വെറുതെ പത്രം എടുത്ത് വിതരണം ചെയ്യണത് നോട്ടീസ് വിതരണം ചിലപ്പോൾ ഇരിക്കും. അതല്ല, കർത്താവേ, ഈ പത്രം കാണുന്നവനും വായിക്കുന്നവനും നിന്നെ അറിയാൻ, അറിഞ്ഞ് ആശ്വാസം പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് മെയിൻ സംഭവം. അപ്പോൾ കർത്താവിന് മനസ്സിലാകും നീ ആത്മാക്കളെക്കുറിച്ചും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമിയിൽ വീണ് പോയതിനെക്കുറിച്ചുള്ള വേവലാതിയുള്ള ആളാണ്. യേശുവിൻ്റെ മനസ്സണപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. നിങ്ങൾക്ക് ഇത് ഒരു പക്ഷേ എനിക്ക് തോന്നിയിരിക്കണത്, ഈ കൃപാസനം പത്രം വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അത്രയും ശക്തമായ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മനുഷ്യരാണ് കർത്താവിനെ അറിയാൻ വേണ്ടി കൊതിച്ച് തന്നെ ഇവിടെ വരണത്. ഞാൻ ഈ കർത്താവിൻ്റെ വേല തുടങ്ങിയിട്ട് 32 കൊല്ലമായി. ഈ ഒരു 3 കൊല്ലത്തിനുള്ളിലാണ് ഇത്രയും ദൈവ സ്നേഹത്തിൽ ജനങ്ങൾ ദൈവത്തെ അനുഭവിക്കണം ഞാൻ കാണുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഈ പത്രമാണ്. പത്രം വഴി നമുക്കൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കണമല്ലത്. അത് ജനങ്ങളുണ്ടാക്കണ അവരുടെ അറിവ് കൊണ്ടോ അനുഭവക്കുറവ് കൊണ്ടോ ബോധ്യക്കുറവ് കൊണ്ടോ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ പത്രം തന്നിരിക്കണത് എന്തിനാ? കർത്താവിനെ അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. കർത്താവ് ദൈവമേ, പ്രേക്ഷിത പത്രങ്ങളെ യേശുവിനെ അറിയാനും അറിയിക്കാനും എന്നെ ഉപകരണമാക്കിയതിന്, രക്ഷയുടെ ഉപകരണമാക്കിയതിന് നന്ദി പറയുന്നു. ഞാൻ പത്രം കൊടുക്കുന്ന, പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികളും ഈശോനെ അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ സഹായിക്കണമേ. ഈ പത്രം കൊടുക്കുന്ന പോലെ തന്നെ ഒരു പരിപാടിയാണ് യൂട്യൂബിലെ ഷെയറിങ്. നിങ്ങൾ പലരും ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളെ ഒരു മണ്ടന്മാരാ. ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതായത് ഇവിടുന്നൊരു സാക്ഷ്യം ഇട്ട് തന്നാൽ അപ്പത്തന്നെ അത് ഷെയർ ചെയ്യണം. നിങ്ങൾ കാണുക മാത്രമല്ല ചെയ്യേണ്ടത്. കാര്യം നിങ്ങളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു 10,000 ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരാ സെക്കൻഡിനുള്ളിൽ അവരുടെ ഉള്ളിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. പക്ഷെ അതും ചെയ്യുമ്പോൾ ആ ഷെയർ ബട്ടണെ പിടിച്ച് നിൽക്കണ മുമ്പ് ഒരു സ്വർഗ്ഗസ്ഥനായി ചെല്ലണം. കാര്യം ഈശോയ്ക്ക് അറിയണ്ടേ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന്. ആ ഷെയർ ബട്ടൺ വെറുതെ അന്ന് കണ്ടില്ല, അത് കൊള്ളാമില്ലാതെ ഇടുകയല്ല. ഷെയർ ബട്ടണെ പിടിച്ച് നിൽക്കുമ്പോൾ കർത്താവ് ഈ സാക്ഷ്യം കാണുന്ന, ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും യേശുവിനെ അറിയുവാൻ എന്നെ ഉപകരണമാക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന സാക്ഷ്യങ്ങൾ, സുവിശേഷ സന്ദേശങ്ങൾ ഞാൻ പങ്കുവെക്കുന്ന എല്ലാവർക്കും അനുഭവവേദ്യമാകുവാൻ എന്നെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് സന്ധ്യക്കുള്ളിൽ പ്രാർത്ഥിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം നിങ്ങൾ ഇപ്പോൾ ഷാലോം TV-യിൽ കൃപാസന ഉടമ്പടി ധ്യാനമുണ്ടല്ലേ? അതുപോലെ തന്നെ ഗുഡ്നസ് TV-യിലും കൃപാസനം ഉടമ്പടി ധ്യാനമുണ്ട്. ഗുഡ്നസ് TV-യിൽ കൃപാസന ഉടമ്പടി ധ്യാനം തുടങ്ങി അവർ ഫേസ്ബുക്കിലിട്ടിട്ട് ഒരു 3 ദിവസം കൊണ്ടാണ് 1,00,000 ആൾക്കാർ അതിൽ കൂടിയത്. അത്രയും സ്പീഡാണ്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഞാൻ പണ്ടും കർത്താവിനോട് പരാതി പറയുമായിരുന്നു.
കർത്താവെ ആരോഗ്യമില്ല, ഭയങ്കര രോഗമാണ്. സത്യമാണ്, ഇപ്പോഴും രോഗങ്ങളിങ്ങനെ എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങിയ രോഗങ്ങളാണ്, ഇന്നും മാറിയിട്ടില്ല. കർത്താവ് അത് മാറ്റുകയുമില്ല, അതെനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഒരിടത്തും പോയി ധ്യാനിപ്പിക്കാൻ പറ്റത്തില്ല, നാട് വിട്ട് പോയി ധ്യാനിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഒരിക്കലും. അപ്പോൾ ഞാൻ കർത്താവിനെ പറയും, കർത്താവ് എനിക്ക് എല്ലായിടത്തും പോയി ധ്യാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. വേറെ ധ്യാനിപ്പിക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ നമ്മളനുഭവിച്ച കുറേ ഒരു ജന്മം പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ഈ വിശ്വാസം കുറഞ്ഞവർക്ക് വിശ്വാസമുണ്ടാകും, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അവർ യേശുവിനെ മഹത്വപ്പെടുത്തി പ്രേക്ഷിത പ്രവർത്തനവും സാക്ഷ്യവും തുടങ്ങും. അതിനുവേണ്ടി ഞാൻ പണ്ട് മൂലേ കർത്താവിന് പുറകെ കെട്ടി നടന്നായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കണ ഉടമ്പടിയൊക്കെ. ഇപ്പോൾ എന്ത് ഈസിയാണ്, ഈ പ്രോഗ്രാം തന്നെ ലൈവായിട്ട് ഇപ്പോൾ 4000 പേര് കാണുന്നുണ്ട്. അവർ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ആൾക്കാരും കാണും. നമ്മൾ എൻ്റെ മക്കളെ എപ്പോഴും ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞോ. ഉടമ്പടി അതാണ് സൂപ്പറാകണത്. കാര്യം ഒന്നാം സ്ഥാനം എപ്പോഴും ഈശോയ്ക്കായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമല്ലോ. ഈശോ പറഞ്ഞതല്ലേ, ആദ്യം ദൈവരാജ്യം അതിന് നീതിയും അന്വേഷിച്ചാൽ ബാക്കിയുള്ളത് ഈ ചേർത്ത് നൽകണെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ചിലർ കരഞ്ഞു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ 10 ഇരട്ടിയാണ് കൊടുക്കണേ. അതാണ് നമുക്ക് ഞെട്ടിപ്പോണത് ശരിക്കും. അത് നിങ്ങൾക്കും ആ അവകാശം കിട്ടും. ഞാനിത് പറയുമ്പോൾ നിങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്ക് വരണം. എന്താ കാണുമെന്നറിയാവോ, ഞാൻ അമ്മയെ നേരിട്ട് കണ്ടയാളാണ്. 1 അല്ല 2 പ്രാവശ്യം. അല്ല സ്വപ്നവും ദർശനമല്ല. അപ്പോൾ ഈ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എനിക്ക് വേണമെങ്കിൽ അമ്മയെ തൊടാമായിരുന്നു. ഒരു പക്ഷേ ഈ ഭൂമിയിൽ 1 മീറ്റർ അടുത്ത് വെച്ച് അമ്മയെ കണ്ട ആളാണ് ഞാൻ. ബാക്കി എല്ലാ പ്രത്യക്ഷം നോക്കിയോ, ഒന്നെങ്കിൽ 10 വാര അകലെ, അല്ലെങ്കിൽ 10 മീറ്റർ അകലെ, 30 മീറ്റർ അകലേക്കാണ് ലൂർദൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഓർക്കണം, അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ഒരു സന്നിധാനത്തിൽ നിന്ന് ദൈവം തന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ എന്നെ ദൈവത്തിൻ്റെ രക്ഷയുടെ ഉപകരണമാക്കി മാറ്റുന്ന ഒരു വലിയ കടപ്പാട്. നീ ഇത് ചെയ്യുമ്പോൾ ദൈവത്തിന് നിന്നോട് പിന്നെയും കടപ്പാടുണ്ട്. നിന്നെ എങ്ങനെ മറക്കും ദൈവം? ദൈവം തന്ന പ്രാർത്ഥനയല്ലേ നമ്മൾ ചെയ്യണത്. അതിപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എല്ലാ സാക്ഷ്യവും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണമല്ലേ. കമ്പ്യൂട്ടറിൽ നമ്മൾ മൊബൈൽ പോലെയല്ല, കമ്പ്യൂട്ടറിൽ ഈ സംഭവം നോക്കുകയാണെങ്കിൽ നിറഞ്ഞിങ്ങനെ കഷ്ണമായിട്ട് തന്നെ കാണാം, നിറഞ്ഞ് കിടക്കുകയല്ലേ. അതെന്തൊരു തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നാണ്. അപ്പോൾ അത് എൻ്റെ മക്കൾ അതിൽ സന്തോഷിച്ച് എൻ്റെ ദൈവം ഇപ്പോൾ എന്ത് വിഷയമായാലും എൻ്റെ ദൈവം ജീവിക്കണ ദൈവമാണ്. എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തി കുരിശിലേറ്റി എന്നിട്ടും തളരാതെ നിന്ന് അപ്പം പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റി മഹത്വപ്പെടുത്തിയ അമ്മയ്ക്ക് ദൈവസന്നിധാനത്തിലുള്ള സ്വാധീനം ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കണിരൊപ്പാൻ അമ്മ അത് പ്രയോഗിക്കും. അതാണ് ഉടമ്പടി എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് മനസ്സ് കെടാതെ അതിശക്തമായിട്ട് മക്കളെ മുന്നോട്ട് പോകണം. നേർച്ച വസ്തു ഉയർത്തി പിടിക്കുക. വിശ്വാസ പ്രമാണം ചെയ്യുക. Lord Jesus Christ, pour out His Spirit, the fire filled us, soak with the precious blood, and the truth of the Catholic Church, the power of Jesus Christ, with the merit of some holy priesthood, I bless and hallow these relics, those used by grace and peace and power. ശരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇടവക പള്ളിയിൽ ഒരു അറിയിപ്പ് കൂടി അതിൻ്റെ ബ്ലെസ്സിങ് തരാം. നമ്മുടെ ഇടവക പള്ളിയിൽ ആൾക്കാർക്ക് രാത്രി വന്ന് ഫ്രഷ് അകലേന്ന് വരുന്ന കോഴിക്കോട് തൃശ്ശൂരൊക്കെ ഒന്ന് അകലേന്ന് വന്നവർ, ട്രിവാൻഡ്രത്ത് വന്നവർക്കൊക്കെ അവിടെ ഫ്രഷ് ആകാനുള്ള അവസരം വികാരിച്ചൻ ഒരുക്കിയിട്ടുണ്ട്. വളരെ നിങ്ങൾ പുറത്ത് പോകുന്നതിനേക്കാൾ പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തോടു കൂടി കുളിക്കാനുള്ള സൗകര്യത്തോടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ സെറ്റാക്കിയിട്ടുണ്ട്.